ഉപ്പും മുളകും co-powered by Q Developers and 24news.com. എടാ കേശു, കുറെ നേരമായാലും നീ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. രാവിലെ എണീച്ചപ്പോ മുതൽ നിൽക്കണ്ട. സമയം 8 മണിയായി. 9 മണിക്ക് സ്കൂളിൽ പോണം. നീ റെഡിയാവ്. എടി നീ പോവാൻ റെഡിയാവും, ഞാൻ വരാം. എടാ നീ ഒന്ന് വാണ്ട, നീ റെഡിയാവ്. എടി എന്നെ അവിടുത്തെ ദേഷ്യം പിടിക്കില്ലേ, ഒന്ന് കയറി പോയേ. എടാ എനിക്ക് ഉറപ്പുണ്ട് അച്ഛൻ ഇന്ന് വരും, നീ ഒന്ന് സമാധാനപ്പെട്. എടി നമ്മൾ ഇന്നലെ രാത്രി അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ ഫോൺ എടുത്തില്ല. ഇന്ന് രാവിലെ ആണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ്. ഇനിയിപ്പോൾ അച്ഛൻ നേറ്റിരിയൊന്നുമില്ല, ഇറങ്ങിപ്പോയി കാണുവാ. ഡാ നീ ഒന്നും മിണ്ടായിരുന്നേ. ചേച്ചി ചിറ്റപ്പനെ വിളിച്ചു. ചിറ്റപ്പൻ പറഞ്ഞു അച്ഛൻ അവിടെ ഉണ്ടെന്ന്. ആണോ? അപ്പോൾ കുഴപ്പമില്ല. എടി തോണ്ടറി ബാസ്യങ്ങളോട് നീ പോയിക്കോ. മകളെ കേശപ്പാ, എന്താടാ പനിയല്ല? 1967. ഇതെന്തൊരു നിന്റെ അച്ഛൻ ജനിച്ച വർഷോ? നീ എന്തിറങ്ങി വെളിയിൽ നിൽക്കുന്നു? വെറുതെയാ? വെറുതെ അല്ലല്ല, നിന്റെ മുഖത്ത് എന്തൊരു കടുപ്പം. രാവിലെ ബാത്റൂമിൽ പോത്തോണ്ടായിരിക്കും. ശിവ എന്ത് എന്നെ കണ്ട ബോഡി കളഞ്ഞത്? അങ്കിളിനെ കാണുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാ, അതുകൊണ്ടാ കണ്ടുടഞ്ഞ ഓടിപ്പോയത്. ശരി എന്നാ പോട്ടാ. അത് തന്നെ നല്ലത്, പോ. നിന്റെ അച്ഛൻ അവിടെ ഇല്ലേ? അച്ഛനാ? അച്ഛൻ വീട്ടിലില്ല, ജംഗ്ഷനിൽ പോയി. ജംഗ്ഷനിൽ പോയാ? എന്ത് സാധനം വാങ്ങിക്കാൻ പോയതാ? അതൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫ് ആണല്ലോ. എന്ത്? അച്ഛനടുത്ത് ചോദിച്ചേക്ക്. അച്ഛൻ്റെ അടുത്ത് ചോദിക്കാനാ? ഇവിടെ ഇല്ലേ അപ്പം? അച്ഛൻ ജംഗ്ഷനിൽ പോയെന്ന് ഞാൻ പറഞ്ഞേ. അകത്തുണ്ടാ? ഇല്ല. ജംഗ്ഷനിൽ പോയെന്നെ? ശരി എന്നാ ഞാൻ പോട്ടാ. വെക്കോ. നീ വല്ല പ്രശ്നം ഉണ്ടാക്കിയാടാ? നിന്നെ അടിയും തന്നവര് വെളിയിലാക്കിക്കാനാടാ? അടിച്ചാ മക്കളെ? അടിച്ചാടാ? നിന്നെ അടിച്ചില്ലേ? ചോദിക്കാം. നിന്നെ അടിച്ചാരെങ്കിലും? പോയേ പോട്ടാ പോട്ടാന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു, പോന്നില്ലേ? രണ്ടെണ്ണം കിട്ടിയ കോളം ഉണ്ടല്ലേ? പണി നോക്കി പോയേ. അച്ചകത്തുണ്ടാടാ? ഇല്ല, ജംഗ്ഷനിൽ പോയി. അവനെ പോലെ ഊപ്പാട് വന്നു, നേരെ വളർന്നോ? ശിവ, കേശു, ലച്ചു, വാതേ ചോറ്. എനിക്ക് കുറച്ച് ചോറല്ലേ ചേട്ടുള്ളൂ. ഇതേ ചെറിയ പാത്രത്തിൽ നിനക്ക് വെച്ചേക്കണം. ചെറിയ പാത്രത്തിലെ കഴിച്ചാൽ നിനക്ക് എന്തോ ആവാനാ? ഈ കിളികളെ ഒത്തിപ്പറക്കുന്ന പോലെ കഴിച്ചിട്ടാ നീ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. എന്റെ അമ്മൂമ്മ ഇത് ഉണങ്ങിയിരിക്കുന്നൊന്നല്ല, ഇതാണ് സ്ലിം ബ്യൂട്ടി. കണ്ടില്ലേ മുഖം വളറിയിരിക്കുന്നത്? എന്റെ അമ്മൂമ്മ ഈ സ്ലിം ബ്യൂട്ടികൾക്ക് മുഖത്ത് ഐശ്വര്യൊന്നും വേണ്ട, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. ഈ അമ്മൂമ്മ ഇപ്പൊ ചേച്ചിയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു വെള്ളിമൂന്ന് ടച്ച് ഇല്ലേ? മേടിക്ക് വേണ്ട ഇതാണ് വെള്ളിമൂന്ന്. ചുമ്മാ വാജിടിച്ചിട്ട് സ്കൂളിൽ പോവാൻ നോക്ക്. കേശു, ഇവിടെ സ്കൂളിൽ പോണല്ലേ? ഇതെന്താ ഈ കോളറൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണേ? അവൻ ഷർട്ട് ഇൻസേർട്ട് ചെയ്തവിടെ നോക്കിയേ. ഇവ സ്കൂളിലേക്കല്ലേ പോണേ? അമ്മേ ചോറെന്തിയേ? ചോറ് തേരിക്കണേ. മുട്ട അടിച്ചോണ്ടാ? മുട്ട അടിച്ചതൊന്നുമില്ല. ചമ്മന്തി എങ്കിലും ഉണ്ടാ? ചമ്മന്തി ഇല്ലടാ. എന്നെനിക്ക് ചോറ് വേണ്ട. അപ്പൊ ഉച്ചക്ക് എന്തോ കഴിക്കും? ഒന്നും കഴിക്കുന്നില്ല, പട്ടിണി നടന്നോളാം പോരെ. അച്ഛൻ പോയ ദേഷ്യം കാണിച്ചിട്ടല്ലോ, മര്യാദ സ്കൂളിൽ പോന്നോടാ. അച്ഛനെ ഇറക്കി വിട്ടില്ലേ? അടിച്ചില്ലേന്നേ ഉള്ളൂ, എന്നെ അടിച്ച് ഇറക്കി വിട്ടോ. എന്നാടാ പിടിയടാ. വേണ്ട വേണ്ട. ഞാൻ ജംഗ്ഷൻ വരെ പോകണ്ട, ആരെങ്കിലും വരുന്നുണ്ടോ? ഞാനുണ്ട്. ഞാനും വരാം. കേശു നീയും കൂടി വാ, 3 പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ അവിടെ ജംഗ്ഷൻ കൊണ്ട് ഇറക്കാം. എനിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്തിരിക്കേ. വാടാ. ഇല്ല. എന്നാ നടന്നു വാ. സമയം ഒരുപാടാ, എനിക്കൊന്നും വയ്യ നടന്നു പോവാൻ. പിന്നെ എടുത്തോണ്ടോണാ നിന്നെ? എനിക്ക് ഓട്ടോക്കൂലി വേണം. ഓട്ടോക്കൂലി ഇപ്പൊ കിട്ടും. നിങ്ങൾക്ക് വട്ടുണ്ടോടാ? ചേച്ചി ചേട്ടാ നിങ്ങൾ വന്നേ. എന്തോ പോവാൻ നോക്കടാ. എനിക്ക് ഓട്ടോക്കൂലി കിട്ടാതെ ഞാൻ പോകത്തില്ല. നീ ഓട്ടോക്കൂലി കിട്ടാതെ ഞാൻ പോവൂല. നീ ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല, ഞാൻ പോണില്ല. എന്താടാ പോയില്ലേ നീ? അമ്മ അവര് പോയി. നടന്നു പോടാ. ഓട്ടോക്കൂലി നിനക്ക് ഓട്ടോക്കൂലി വേണോ അല്ലേ? നിനക്ക് ഓട്ടോക്കൂലി ഞാൻ ഓടിപ്പോടാ.
എന്താ നീലു ഭയങ്കര ദേഷ്യത്തിലാ. നിന്റെ മോളല്ലേ അങ്ങനെയല്ലേ വരൂ. എന്താ ദേഷ്യം വന്നു? അതല്ലെന്ന്, അവൾ ഇന്ന് ഓഫീസിൽ പോണില്ല. പോണ്ട. അവൾക്ക് ഭയങ്കര വിഷമം. ആ ഇടയ്ക്കൊക്കെ ഇത്തിരി വിഷമിക്കുന്നത് നല്ലതാ. അവൻ ഇന്ന് വരുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇന്നും കൂടി അവൻ വന്നില്ലെങ്കിൽ ആ പെണ്ണ് ആകെ വിഷമിക്കും. അതിനിപ്പോ ഞാൻ എന്തോ വേണോടി? നിങ്ങളൊരു കാര്യം ചെയ്യ്, അവനെ ഒന്ന് വിളിക്കേ. ആരെ? ബാലനെ. ഞാനോ? എന്താ പറഞ്ഞ് വിളിക്കണം? ഇടാ വരുമോനെ, നീ പോയത് പിന്നെ എൻ്റെ മോക്ക് ഭയങ്കര സങ്കടം, അതുകൊണ്ട് പെട്ടെന്ന് നീ പോര് എന്ന് പറഞ്ഞ് വിളിക്കണം. നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ വിളിക്കേ, വലിയ അഭിനയൊന്നും വേണ്ട. അമ്മ ഒന്ന് വെറുതെ ഇരിക്കാമോ? എനിക്ക് വേണ്ടി ആരെയും വിളിക്കാൻ വേണ്ട, പറയാൻ വേണ്ട. ആരും പോലെ എനിക്കൊരു വിഷമമില്ല, തിരിച്ചു വരണമൊന്നുമില്ല. പിന്നെ എന്തിനാ നീ മുഖം വീർപ്പിച്ചോണ്ട് നടക്കുന്നേ? എന്റെ ഭർത്താവ് പോയാൽ പിന്നെ ഞാൻ ചിരിച്ചട്ടൈസിന് നടക്കണം ഇവിടെ. കേട്ടോ, ഇവള് പറയുന്ന കേട്ടോ? നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പറയാനല്ല, പ്രവർത്തിക്കാനുള്ളത്. ഇന്നലെ കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ലടി. അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഓരോന്ന് പറഞ്ഞ് അവസാനം തല്ലുകൊണ്ട് ചാവാനാ എന്റെ വിധി. അമ്മ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണില്ല. മക്കളെ ഇനി മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിച്ചാൽ മതി. അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവിടെ നിക്ക്. നീ എന്താ പറഞ്ഞേ? കയ്യിന്ന് വിടമ്മ, എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്, കയ്യിന്ന് വിടാൻ. നീ എന്താ പറഞ്ഞേ? നിന്നെയൊക്കെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ലെന്നോ? പിന്നെ അതെ, അമ്മയുടെ വർത്താനം കാരണം ഞാൻ ബാലുവിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ, അതുകൊണ്ടാ ബാലുവിന് ഇറങ്ങിപ്പോയാ. കേട്ടോ അവള് പറഞ്ഞ? കേട്ടോ? കേട്ടോന്നോ? കേട്ടു. അവള് പറഞ്ഞതിൽ എന്താടി തെറ്റ്? ബാസേണ്ണ. നിലു എന്താ? എന്ത് നിലു? എന്തെന്തോന്നു? അതാണ് ഞാനും ചോദിക്കുന്നത് എന്തോന്നു. ഞാൻ അവനെ നോക്കിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ട്. നിങ്ങളെല്ലാം കൂടെ അവനെ അടിച്ചോട്ടിച്ചല്ലേ? ആരടിച്ചോടിച്ച്? ആരെ ഓട്ടിച്ചെന്നാ? നീലു, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളെ കുടുംബകാര്യങ്ങളുടെ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ഞാൻ നിങ്ങളെ ആരുമല്ല, സമ്മതിച്ച്. അതെനിക്കറിയാം. എങ്കിലും നിങ്ങൾ എനിക്ക് എന്ന സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു. ബാസേണ്ണ ഞങ്ങൾ എപ്പോഴാ സ്വാതന്ത്ര്യം തന്നെ? സ്വാതന്ത്ര്യം തന്നില്ല, തന്നതുപോലെ ആണ്, അങ്ങനെയാണ് ഞാൻ കണക്കാക്കണത്. അത് വച്ച് ഞാൻ പറയണ്, അവനെ കൈകാര്യം ചെയ്യേണ്ടത് ഒരു മയത്തിൽ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ അവൻ കൈവിട്ടു പോകും. അതായത് ഈ ബാലു എന്ന് പറഞ്ഞാൽ അവൻ കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങയാണ്. ആ തേങ്ങ അങ്ങോട്ടും വീഴാം, ഇങ്ങോട്ടും വീഴാം. അപ്പുറത്ത് വീണ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും, ഇപ്പുറത്ത് വീണ നമുക്കെടുക്കാം. ഇനി അഥവാ അപ്പുറത്ത് വീണ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ ആ തേങ്ങ നമുക്ക് പിന്നെ കിട്ടൂല. അതാദ്യം ഓർമ്മ വേണം. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ പിടികിട്ടിയ ഞങ്ങൾ തേങ്ങ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മളെ പുരയിടത്തിലിരിക്കുന്ന തേങ്ങ കയ്യാലപ്പുറത്ത് വീണ അത് അങ്ങോട്ട് വീണാലും ഇങ്ങോട്ട് വീണാലും എങ്ങനെ എടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അതോർത്ത് വെറുതെ ബാസെണ്ണം ബുദ്ധിമുട്ടണ്ട, പോയിക്കോ. എന്തോന്ന് അടിമോളെ? ബാസെണ്ണം ചോദിക്കാ തേങ്ങ വേണോന്ന് നമുക്ക്. ആഹാ, നീ ഇപ്പൊ തേങ്ങ കച്ചവടം തുടങ്ങിയോ? തേങ്ങ എന്താടാ വില കിലോയ്ക്ക്? അവിടെ 45, 50 രൂപയ്ക്ക് കൊടുക്കാം. 50 രൂപയോ? കൊള്ളാലോ, നീ കുറെ കച്ചവടം നടത്തും. നിന്റെ തേങ്ങ ഒന്നും ഇവിടെ വേണ്ട, പൊയ്ക്കോ. നീലു കേട്ടില്ലേ? വേണ്ടാന്ന്, പൊയ്ക്കോ. എന്നാ പോട്ടെ അമ്മ. ആ എടാ, നിന്റെ ഭാര്യ അങ്ങ് സിംഗപ്പൂരല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് തേങ്ങ അവക്ക് അയച്ചു കൊടുക്ക. അവള് നന്നായിട്ട് അരച്ചു കൂട്ടട്ടെ. നല്ല നാടൻ പട്ടിയുടെ ശൗര്യം. എന്താന്ന് പറഞ്ഞ? ഇല്ലമ്മ, തേങ്ങ ഇവിടെ കൊടുക്കാനേ ഇല്ല, പിന്നെ എങ്ങനെ കയറ്റി അയക്കണെന്ന് പറയായിരുന്നു. പോട്ടാ നീലു. ബാലുവിനെ വിളിക്കാൻ ഞാൻ. ഇപ്പോഴാ ചെട്ടിയാരുടെ വില മനസ്സിലാക്കുന്നത്. അയാളുടെ അടുത്ത് തേങ്ങയ്ക്ക് 40 രൂപ ഉള്ളടി മല വില. ആ, ചില ആൾക്കാരെ പരിചയപ്പെടുമ്പോഴല്ലേ നമുക്ക് നമ്മളെ കൂടെ ഉള്ളവരുടെ വില മനസ്സിലാവുള്ളൂ. ഓ, നീ നിന്റെ ഭർത്താവിനെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും. എന്റെ ഭർത്താവിന്റെ വില എനിക്കറിയാം, അമ്മയ്ക്ക് അമ്മയുടെ മരുമോന്റെ വില അറിയില്ല എന്നാ പറഞ്ഞത്. ഓ, അവക്ക് ഇപ്പോഴും തീർന്നില്ല അവിടെ ഭർത്താവിനോടുള്ള പ്രേമം. അമ്മയ്ക്ക് തീർന്നാ? എന്തോന്ന് പ്രേമം? പ്രേമം? ആരോട് പ്രേമം? ഇവിടെ എന്തോന്നാ ഈ പറയുന്നേ? എനിക്ക് പ്രേമമെന്നോ? ഈ പെണ്ണിന് ഇത് എന്ത് പറ്റി? ഈ പെണ്ണ് വെറുതെ അനാവശ്യമാണല്ലോ പറഞ്ഞുണ്ടാക്കുന്നേ. എനിക്ക് ആരോട് പ്രേമമെന്നടി നീ പറഞ്ഞിട്ട് പോയേ? എന്റെ കയ്യിൽ നിന്ന് മേടിക്കോട്ടോ. അച്ഛനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടോ വെറുതെ എന്നെ തന്നെ കൊല്ലും അവള്. എനിക്ക് പ്രേമം ഉണ്ടെന്ന്. എനിക്ക് കുറച്ച് പൈസ ചേച്ചി. ചേച്ചി ഇവിടെ പൈസ വെച്ചേക്കുന്നേ. എന്റെ പൈസ ഒന്നും നിനക്ക്? എനിക്ക് കുറച്ച് ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ പൈസ ഒന്നുമില്ല. ഇല്ലെന്ന്. എന്തിനു കാര്യം പറഞ്ഞേ? എനിക്ക് പൈസ പൈസ കൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ട്? പൈസ കൊണ്ട് അതുപോലെ തന്നെ ഉപദ്രവം ഉണ്ട്. പൈസ ഇല്ലാത്ത ആൾക്കാരെ ചിലര് കുത്തി കുത്തി പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറക്കും. പൈസ എടി, അച്ഛന്റെ പൈസയല്ലേ? എന്തിനാ അച്ഛന്റെ പൈസ എടുത്താ? എടി, മാതാപിതാക്കള് സമ്പാദിക്കുന്നത് ഫുള്ളും മക്കൾക്കുള്ളതാ. അത് തരാതെ പൂഴ്ത്തി വെക്കുന്ന ചില ആൾക്കാരുണ്ട്. അതാണ് ഏറ്റവും വലിയ ദുഷ്ടത്തരം. എടി,
അവൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ആ മനസ്സിലായി. അവൻ ഞങ്ങളല്ലേ പറഞ്ഞത്, നിനക്കത് കേൾക്കാൻ നല്ല സുഖം. എന്തിനാ എന്റെ ബാഗ്? അമ്മയുടെ ബാഗിൽ പൈസ ഉണ്ടോ നോക്കാൻ. എന്തിനാ എനിക്കിപ്പോ പൈസ? അതൊരു അത്യാവശ്യം അമ്മേ. എനിക്കൊരു 500 രൂപ വേണം. ഇപ്പൊ 50 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി 450 രൂപ അമ്മ തരുമോ? എന്തിനാ നിനക്ക് പൈസ എന്ന് പറയടാ? അമ്മ അധികം ചോദ്യം ചോദിക്കണ്ട. ഈ മുടിയൻ ചേട്ടൻ ചോദിക്കുമ്പോ അമ്മ എത്ര പൈസ ആണെങ്കിലും കൊടുക്കുമല്ലോ. എനിക്ക് എന്താ എന്റെ കുഴപ്പം? ഞാൻ അമ്മയുടെ മോനല്ലേ. നീ അച്ഛന്റെ മോനല്ലേ? ആ, ഞാൻ അച്ഛന്റെ മോൻ തന്നെ. അത് എവിടെ വിളിച്ചു പറയാൻ ഞാൻ റെഡിയാ. ഓ, മുടിയൻ ചേട്ടാ ഒരു 400 രൂപ എടുത്തേ. 400 രൂപ? എന്താ 400 രൂപയെന്ന് ചോദിച്ചപ്പോൾ തന്നെ വായും വിളിച്ചോണ്ടിരിക്കുന്നേ? ചേട്ടൻ ഒരു ഉളുക്കൂല്ല. അത് അമ്മ എടുത്ത് 1000-2000 ഒക്കെ മേടിക്കുന്നില്ല ചേട്ടാ. മോനെ നിനക്കെന്താ ഇപ്പൊ പൈസ? ഈ നേറ്റിങ്ങനെ വരെ പോവാൻ വണ്ടിക്കൂലിക്ക്. പിന്നെ നെയ്യാറ്റിങ്ങിന്റെ പോകണവൻ പോടാ അവിടെ നിന്ന്. എന്താ എനിക്ക് എന്റെ അച്ഛനെ കാണാൻ നേറ്റിങ്ങനെ പൊയ്ക്കൂടെ? മോൻ ഒറ്റയ്ക്ക് പോവൂ? എന്താ പൂപ്പ, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ലേ? ഞാൻ ആദ്യം ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് കേസെടുത്തി ബസ് സ്റ്റാൻഡിൽ പോവും. ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരം ബസ്സിൽ കയറി തമ്പാനൂർ ഇറങ്ങും. തമ്പാനൂരിൽ നിന്ന് നേറ്റിങ്ങനെ ബസ്സിൽ കയറി നേറ്റിങ്ങനെ ഇറങ്ങി അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണുമല്ലോ എവിടെങ്കിലും. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചങ്ങ് പോയാൽ പോരെ കുളത്തറയിലോട്ട്. ഒന്ന് പോടാക്കാന്ന് അങ്ങനെ ഒറ്റയ്ക്ക് പോകണം പോലും. പിന്നെ വല്ല പഴണിയിൽ വെച്ചാണ് കുറെ തെണ്ടിപ്പിള്ളേരുടെ പിച്ച എടുത്തോണ്ടിരിക്കണേ. പഴണിയപ്പ ഞാനും പഴണിയപ്പ എന്ന് പാട്ടും പാടിക്കൊണ്ട് വല്ല കണ്ണോ മൂക്കോ കാതോ ബാക്കി ഉണ്ടെങ്കിൽ ബാഗ് നീ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാണ്ടല്ല തമ്പാനൂർ എത്ര മുമ്പേനെ നിന്നെ വല്ല പിള്ളേർ പിടുത്തക്കാരെ തട്ടിക്കൊണ്ടു പോകും. ആ എന്നാലും സാരമില്ല. അച്ഛനില്ലാത്ത ഈ വീട്ടിൽ എന്നെ കൊണ്ട് ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യ. അതിനേക്കാളും ഭേദം എവിടെങ്കിലും പോയി തെണ്ടുന്നയാ. പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തെണ്ടും. ഓ, അവനെ ആയിരിക്കും വിളിക്കുന്നത്. എടുക്കുന്നില്ലല്ലേ? എടി, അവനറിയാം അവൻ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ നീ പേടിക്കുമെന്നും പുറകെ ചെല്ലുമെന്നും. പെണ്ണുങ്ങളായ കുറച്ചൊക്കെ വാശി വേണോടി. എല്ലാത്തിനും ഇങ്ങനെ തോറ്റു കൊടുക്കുന്നതുകൊണ്ടാ സ്ത്രീകളെ അബലെ 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 എന്നൊക്കെ വിളിക്കുന്നത്. ഇരുന്ന് വിളിക്കുന്നു, എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. സ്ത്രീകളെ അബലയാവേണ്ടടുത്ത് അബല ആവണം, അല്ലെങ്കിൽ കുടുംബം മുന്നോട്ട് പോകൂല. അമ്മ അച്ഛൻ ഇന്നലെ തല്ലിയായിരുന്നല്ലോ, എന്നെ തിരിച്ച് ബലം കാണിക്കാഞ്ഞത്? അച്ഛൻ്റെ ഒപ്പം അമ്മയ്ക്ക് ജീവിക്കണം, അതുകൊണ്ട് പ്രതികരിച്ചില്ല അല്ലേ? അമ്മ, അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. കൊതിയുണ്ട്, പക്ഷെ അതിനുപരി ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. എടി, എന്തോന്നാ പറഞ്ഞേ? എന്തെങ്കിലും പറയുന്നെങ്കിൽ ഉറക്കെ പറ. ഒന്നുമില്ല അമ്മൂമ്മേ, അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പന്റെ കൂടെ ജീവിക്കാൻ ഭയങ്കര ആഗ്രഹ, അതുകൊണ്ട് അപ്പൂപ്പൻ തല്ലിയപ്പോ അമ്മൂമ്മ പ്രതികരിക്കാഞ്ഞേന്ന്. അതല്ല, അത് ഞാൻ കേട്ടു. നീ പറഞ്ഞ എന്താണെന്നാ ചോദിച്ചേ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മൂമ്മേന്. ഈ ഇടയായിക്കിട്ട് നിന്റെ അമ്മയ്ക്ക് കുറച്ച് അഭിപ്രായം കൂടുതലുണ്ട്. എന്റെ തല നിറച്ചെന്നും കരുതി എന്റെ തലയെ കയറി നിന്ന് ഇറങ്ങാനൊന്നും വരണ്ട. പണ്ട് തർക്കുത്തരം പറഞ്ഞേനെ നിന്റെ തള്ളക്കിട്ട് ഞാൻ പുളിവാറ് വെച്ച് അടിച്ച പാട് ഇപ്പോഴും ഉണ്ട്. ചോദിച്ചു നോക്ക്, സൗകര്യം പോലെ കാണിച്ചു തരും. അഹങ്കാരം പറയുന്നു. അടിയും വഴക്കിന് മാത്രം എനിക്ക് ഒരു കുറവുമില്ല. സ്വസ്ഥതയ്ക്ക് ഒരു കുറവ് അന്നുമില്ല ഇന്നുമില്ല. എന്റെ പൊന്നോ, എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ല. എന്തോന്നാടി നീ പറഞ്ഞത്? സ്വസ്ഥതയ്ക്ക് ഒരു കുറവുമില്ലാന്ന്. തള്ള പറയുന്ന കേൾക്കാതെ എടുത്തിയാടി നടക്കുന്ന മക്കൾക്കേ ഒരിക്കലും ഒരു കാലത്തും ഒരു സ്വസ്ഥത ഉണ്ടാവത്തില്ല. ആ പ്രാഗ്, ഇനിയിരുന്ന് പ്രാഗ് പ്രാഗ് പ്രാഗാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആയി പോയത്. ഡീ, ഞാനങ്ങോട്ട് വന്നോണ്ടല്ലോ അടിച്ചും പൊട്ടിച്ചോളി നിന്നെ. അമ്മൂമ്മ ഇതൊക്കെ പറയത്തുള്ളൂ, ഒന്നും ചെയ്യത്തില്ല. എന്താടാ? അല്ല, അമ്മയൊന്നും ചെയ്യില്ലെന്ന് അമ്മൂമ്മ അടുത്ത് പറയുമായിരുന്നു. എന്താ, ഒന്നും പറയാനില്ലേ? ആ, അതിനെ എനിക്ക് ചോദിക്കാനുള്ള ഒന്നും പറയാനില്ല ഇനി. ആ, രണ്ടുപേർക്കൊന്നും പറയാനില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പാട്ടുപാടി കളിക്കാം. പാട്ടുപാടി കളിക്കണം. ഒരടി പ്രതീക്ഷിച്ചു, പക്ഷെ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഭവാനി, ഭവാനി, അപ്പൂപ്പനോട് പോണു? നിങ്ങളിതെവിടെ പോണു? ഞാൻ എന്റെ വീട്ടിൽ പോണു. അപ്പൂപ്പൻ പോണാ? ആന്ന് മക്കളെ. അതെന്താ ഇപ്പൊ പോണേ? എപ്പോഴായാലും പോകണ്ടേ മോളെ? എന്നാ ഇപ്പൊ തന്നെ ആവോന്ന് വെച്ചു. അപ്പൊ ഞാൻ വരണ്ടേ? നിനക്ക് വേണമെങ്കിൽ വാ. അയ്യോ, ഞാൻ വരുന്നുണ്ട്. അതെ, ബാഗ് എടുത്തോണ്ട് ഇപ്പൊ വരാം. അല്ല അപ്പൂപ്പ പോവാണോ? ആന്ന് മക്കളെ. 2 ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പാടില്ലെന്നാ? ഏയ്, ഇപ്പൊ തന്നെ പോകുന്ന മോനെ എന്റെ ശരി. അച്ഛാ, ബാലു ഇവിടെ ഇല്ല, ഒറ്റയ്ക്കാക്കി പോയാലും എങ്ങനെ തന്നെ? അതിന് ഒറ്റയ്ക്കാക്കി ഞങ്ങൾ പോകുന്നില്ലല്ലോ മോളെ, പടവലത്തില്ലേ ഞങ്ങള്. അച്ഛനൊരു കാര്യം തുറന്നു പറയാം. നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടുന്നത് ശരിയല്ല. ഞാൻ ഇവിടെ തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ തമ്മിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും. ഇവിടെ കുടുംബക്കാരോ എൻ്റെ കുടുംബക്കാരോ അതൊന്നും അറിയാൻ ഇട വന്നിട്ടുമില്ല. അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്കടി. അവള് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, നീ ഒന്നും മിണ്ടാകുന്നില്ലേ? ഞങ്ങളോട് വന്നാ മോളെ എല്ലാ പ്രശ്നത്തിനും കാരണം അത് അവനോട് പോയത്. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവൻ ഉടൻ തിരിച്ചു വരികയും ചെയ്യും. എന്തായാലും കുറച്ച് കാലത്തേക്ക് ഞങ്ങളിനി ഇങ്ങോട്ടില്ല.
എല്ലാരും കൂടെ എന്നെ വിഷമിപ്പിക്കാം അപ്പോ. എന്താ മോളെ ഇത്? അച്ഛൻ 2 ആഴ്ച കഴിഞ്ഞ് വരാം. ഞാനും വരാടി മോളെ. വേണ്ട, നീ വരണ്ട. എന്താ? എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അവിടെ ആയാലും ഇവിടെ ആയാലും എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാണെന്ന്. ഞാനോ? ആ, എന്താ മനുഷ്യ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതെന്താ നിന്ന് ചിരിക്കുന്നേ? ഭർത്താവിനെ ഓടിച്ചു വിട്ടിട്ട് നീ എന്ത് ചിരിക്കുന്നോ? എടി, കൂടുതൽ പ്രസംഗം ഉണ്ടാക്കാതെ ഇറങ്ങാൻ നോക്ക്. പോട്ടെടി മോളെ. മക്കളെ, അമ്മൂമ്മ പോയിട്ട് വരാട്ടോ. പോട്ടെ മക്കളെ. ബൈ ഉപ്പ. ബൈ. പോട്ടെടാ. ബൈ മുമ്മേ. ശരി ശരി. ബാ മുമ്മ. ആ ശരി മക്കളെ.